നമുക്ക് നോക്കാം. ഈ ഒരു യൂണിറ്റ് വളരെ ചെറിയൊരു യൂണിറ്റ് ആണ്. ഇതിലുടനീളം നമ്മൾ പഠിക്കാൻ പോകുന്നത് ചാൾസ് ഒന്നാമൻ എന്ന് പറഞ്ഞ ഭരണാധികാരി, ഇംഗ്ലണ്ട് ഭരിച്ച ഒരു ഭരണാധികാരിയാണ് ആര്? ചാൾസ് ഒന്നാമൻ. ഇദ്ദേഹത്തിന്റെ ഭരണം എങ്ങനെയായിരുന്നു? ഇദ്ദേഹം ഏത് തരത്തിലാണ് ഭരിച്ചത്? ഇതൊക്കെയാണ്, അല്ലെങ്കിൽ ആ ഭരണകാലത്ത് ഉണ്ടായിരുന്ന പ്രത്യേകതകളൊക്കെയാണ് നമ്മൾ ഈ ഒരു ചെറിയ യൂണിറ്റ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, കുറച്ച് കൺഫ്യൂസ്ഡ് ആവാൻ ചാൻസ് ഉണ്ട്. അതായത് ഓരോ രാജാക്കന്മാരുടെയും മകൻ അല്ലെ, അതായത് സൺ ആൻഡ് ഡോക്ടർ, അങ്ങനെ ഒരുപാട് ആൾക്കാരെ കുറിച്ച് നമ്മൾ നോക്കാനുണ്ട്. സോ കൺഫ്യൂസ്ഡ് ആവാതെ ശ്രദ്ധിച്ചു കേൾക്കുക. ഓക്കെ, സോ നമുക്ക് ആദ്യം തന്നെ ലെസണിലോട്ട് കിടക്കാം. അതിന് മുൻപ് ഒരു കാര്യം ഞാൻ ചോദിക്കാം. നിങ്ങൾക്ക് സ്റ്റുവർട്ട് ലിറ്റിൽ എന്ന് പറഞ്ഞ ഒരു റാറ്റിനെ അറിയാം അല്ലെ? അതായത് ഒരു മൂവീസ് ഒക്കെ അല്ലെ, മൂവിയിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. സ്റ്റുവർട്ട് ലിറ്റിൽ എന്ന് പറഞ്ഞ ഒരു മൂവി ഒക്കെ ഉണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ ഈ സ്റ്റുവർട്ട് എന്ന് പറഞ്ഞ ടേം അല്ലെങ്കിൽ ആ ഒരു വാക്ക് എവിടെ നിന്നാണ് വന്നത് നിങ്ങൾക്ക് അറിയാമോ? അതായത് ആക്ച്വലി 1603 കാലഘട്ടം, ആ കാലഘട്ടത്തെ ഇംഗ്ലണ്ട് ഭരിച്ച ഒരു ഇംഗ്ലീഷ് റോയൽ ഫാമിലിന്റെ പേരാണ് യഥാർത്ഥത്തിൽ എന്ത്? സ്റ്റുവർട്ട്. മനസ്സിലായല്ലോ? സോ യഥാർത്ഥത്തിൽ 1603 കാലഘട്ടം മുതൽ ഇംഗ്ലണ്ടിൽ എന്ത് ആരംഭിക്കുകയാണ്? സ്റ്റുവർട്ട് ഭരണകാലം അല്ലെങ്കിൽ സ്റ്റുവർട്ട് ഡൈനാസ്റ്റി ഇവിടെ തുടങ്ങുകയാണ്. നമുക്ക് നോക്കാം, നമ്മൾ അവസാനമായിട്ട് പഠിച്ചു നിർത്തിയത് ടൂഡർ ഡൈനാസ്റ്റിനെ കുറിച്ചാണ് അല്ലെ? ടൂഡർ ഡൈനാസ്റ്റി അല്ലെങ്കിൽ ടൂഡർ ഭരണത്തിലെ ഏറ്റവും അവസാനത്തെ കണ്ണിയായ അല്ലെങ്കിൽ ഏറ്റവും അവസാനത്തെ ഭരണാധികാരി ആയിരുന്നു ആര്? ക്വീൻ എലിസബത്ത് ദി ഫസ്റ്റ് അല്ലെ? ക്വീൻ എലിസബത്ത് ആയിരുന്നു ടൂഡർ ഡൈനാസ്റ്റിന്റെ ഏറ്റവും അവസാനത്തെ ഭരണാധികാരി എന്ന് പറയുന്നത്. ഇതിന് ശേഷം അഥവാ എലിസബത്ത് രാജ്ഞിയുടെ മരണത്തിന് ശേഷം പിന്നീട് ഇംഗ്ലണ്ടിൽ നിലവിൽ വന്ന ഒരു ഭരണ റോയൽ ഫാമിലി അഥവാ ഒരു ഇംഗ്ലീഷ് റോയൽ ഫാമിലിയാണ് ഏത്? സ്റ്റുവർട്ട്. മനസ്സിലായല്ലോ? സോ ഇവിടെ അങ്ങോട്ട് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് എന്താണ്? സ്റ്റുവർട്ട് ഡൈനാസ്റ്റിയും അതിനെ കുറിച്ചുള്ള പ്രത്യേകതകളാണ്. ഓക്കെ, സോ അതിലൊക്കെ ഇൻക്ലൂഡ് ആയ ആളാണ് ആര്? നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മുടെ ലെസന്റെ പേര് ചാൾസ് ഒന്നാമൻ. ഓക്കെ, സോ എലിസബത്ത് രാജ്ഞിയുടെ ഭരണത്തിന് ശേഷം 1603 കാലഘട്ടത്തിൽ നിലവിൽ വന്ന ഒരു ഭരണാധികാരിയാണ് ആര്? ജെയിംസ് ആറാമൻ. ആരാണ്? ജെയിംസ് ആറാമൻ. ഓക്കെ, പിന്നീട് എലിസബത്ത് രാജ്ഞിയുടെ മരണത്തിന് ശേഷം ജെയിംസ് ആറാമൻ ജെയിംസ് ഒന്നാമൻ എന്നുള്ള പേരിലാണ്, അല്ലെങ്കിൽ ജെയിംസ് ആറാമൻ ജെയിംസ് ഒന്നാമൻ എന്നുള്ള പേര് ഉപയോഗിച്ചിട്ടാണ് പിന്നീട് അങ്ങോട്ട് ഇദ്ദേഹം എന്ത് ചെയ്തത്? ഇംഗ്ലണ്ടിനെ ഭരിച്ചത്. മനസ്സിലായല്ലോ? ഈ ജെയിംസ് ഒന്നാമൻ എന്ന് പറയുന്നത് ആരുടെ തന്നെയാണ്? ജെയിംസ് ആറാമനെ തന്നെയാണ്. ഓക്കെ, കൺഫ്യൂസ്ഡ് ആവണ്ട. ജെയിംസ് ഒന്നാമൻ അല്ല, ജെയിംസ് ആറാമൻ ജെയിംസ് ഒന്നാമൻ എന്നുള്ള പേര് ഉപയോഗിച്ചിട്ട് ഇംഗ്ലണ്ടിനെ ഭരിച്ചതാണ്. ഓക്കെ, സോ നമുക്ക് നോക്കാം. ജെയിംസ് ഒന്നാമൻ എന്ന് തന്നെ നമുക്ക് ഇനി മുതൽ അഭിസംബോധന ചെയ്യാം. ജെയിംസ് ഒന്നാമൻ യഥാർത്ഥത്തിൽ സ്കോട്ട്ലാൻഡിലെ ഒരു ഭരണാധികാരിയാണ്. യഥാർത്ഥത്തിൽ ആര്? ജെയിംസ് ഒന്നാമൻ. മാത്രമല്ല, പക്ഷേ എലിസബത്ത് രാജ്ഞിയുടെ മരണത്തോടു കൂടി ഇദ്ദേഹം എന്ത് ചെയ്യുകയാണ്? ഇംഗ്ലണ്ടിനെ കൂടി ഇദ്ദേഹം ഭരിക്കുകയാണ്. അങ്ങനെ ഇദ്ദേഹം എന്ത് ചെയ്തു? ഇംഗ്ലണ്ടിനെയും സ്കോട്ട്ലാൻഡിനെയും ഒരു കുടക്കീഴിലായിട്ട് ഒരുമിച്ച് ഇദ്ദേഹം ഭരിച്ചു പോന്നു. മനസ്സിലായല്ലോ? ഇദ്ദേഹം യഥാർത്ഥത്തിൽ സ്കോട്ട്ലാൻഡിലെ ഒരു ക്വീനായ മേരി എന്ന ക്വീനിന്റെ മകനും ആ രാജ്ഞിയുടെ രണ്ടാമത്തെ ഭർത്താവായ ഹെൻറി സ്റ്റുവർട്ടിന്റെയും മകനായിട്ടാണ് ആര് പിറക്കുന്നത്? ജെയിംസ് ഒന്നാമൻ പിറക്കുന്നത്. മനസ്സിലായല്ലോ? അതായത് ഒന്നുമില്ല, സ്കോട്ട്ലാൻഡിലെ രാജ്ഞിയായ ക്വീൻ മേരിയുടെയും ആ രാജ്ഞിയുടെ രണ്ടാമത്തെ ഭർത്താവായ ഹെൻറി സ്റ്റുവർട്ടിന്റെയും മകനായിട്ടാണ് ഇവിടെ ആര് പിറക്കുന്നത്? ജെയിംസ് ഒന്നാമൻ പിറക്കുന്നത്. മാത്രമല്ല, ഇദ്ദേഹമാണ് ഡോക്ട്രിൻ ഓഫ് ഡിവൈൻ
കാലത്ത് നിലനിന്നിരുന്ന പാർലമെന്റ് അടക്കമുള്ള എല്ലാ നിയമങ്ങളുടെയും ഈ പാർലമെന്റിന്റെയും എല്ലാത്തിന്റെയും മുകളിൽ ആരാണ്? രാജാവാണ്. മാത്രമല്ല ദൈവത്തിന്റെ ഏറ്റവും ദൈവത്തിൽ നിന്നും ദൈവം നേരിട്ട് തന്ന ഒരു പദവിയാണ് എന്ത്? കിങ്. രാജാവ്. സോ ദൈവത്തിന്റെയോട് അത്രയും അടുത്ത് നിൽക്കുന്ന ഒരാളാണ് ആര്? രാജാവ്. അതുകൊണ്ട് തന്നെ എല്ലാ നിയമങ്ങളും എല്ലാ പാർലമെന്റും ആരുടെ കീഴിലാണ്? അഥവാ ഇവരിലൊക്കെ മുകളിൽ ആരാണ് നിൽക്കുന്നത്? രാജാവാണ് നിൽക്കുന്നത്. മനസ്സിലായല്ലോ? സോ ഈ ഒരു തിയറി അല്ലെങ്കിൽ ഇതാണ് യഥാർത്ഥത്തിൽ ഈ ഒരു ഡിവൈൻ റൈറ്റ് തിയറിന്റെ ഒരു തീം എന്ന് പറയുന്നത്. ഇതിന്റെ പ്രൊപ്പഗേറ്റർ ആണ് ആര്? ജെയിംസ് ഒന്നാമൻ. ഇപ്പോൾ ശ്രദ്ധിക്കണം, ജെയിംസ് ആറാമനെ തന്നെയാണ് നമ്മളിവിടെ ജെയിംസ് ഒന്നാമൻ എന്ന് പറഞ്ഞ് അഭിസംബോധന ചെയ്യുന്നത്. സോ അതൊന്നും നിങ്ങൾ അറിഞ്ഞിട്ടില്ല വെച്ചാൽ നിങ്ങൾക്ക് പിന്നീട് അങ്ങോട്ട് പഠിപ്പിക്കുന്ന ഒന്നും നിങ്ങൾക്ക് മനസ്സിലാവില്ല. സോ നമുക്ക് നോക്കാം. ഇതിന്റെ പ്രൊപ്പഗേറ്റർ ജെയിംസ് ഒന്നാമനാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ബാസിലിക്കോൺ ഡൊർഗാൻ എന്ന് പറഞ്ഞ ഒരു പുസ്തകത്തില് നമുക്ക് ഇതിനെ കുറിച്ച് അല്ലെങ്കിൽ ഈ ഒരു തിയറി എന്താണ് എന്ന് നമുക്ക് വിശദമായിട്ട് തന്നെ ജെയിംസ് ഒന്നാമൻ വിവരിക്കുന്നുണ്ട്. ഇത് പബ്ലിഷ് ചെയ്തത് 1599 കാലഘട്ടത്താണ് ഇത് എന്ത് ചെയ്യുന്നത്? പബ്ലിഷ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? സോ ഇതാണ് തിയറി. അതുകൊണ്ട് തന്നെ പാർലമെന്റിലെ അംഗങ്ങൾക്ക് ഒട്ടും തന്നെ ഈ ജെയിംസ് ഒന്നാമൻ എന്ന് പറഞ്ഞ രാജാവിനോട് എന്തില്ല? യോജിപ്പില്ല. മനസ്സിലായല്ലോ? അതുവരെയും കറക്റ്റ്, അതായത് നിയമങ്ങൾ എല്ലാവർക്കും ബാധകമായ നിയമങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്തിരുന്നത്? നടന്നിരുന്നത്. അതായത് ഇതിന് തൊട്ട് മുമ്പുള്ള ഭരണം ആരുടേതായിരുന്നു? ക്വീൻ എലിസബത്തിന്റേതായിരുന്നു അല്ലെ? സോ ക്വീൻ എലിസബത്തിന്റെ ഭരണത്തെ കുറിച്ച് നമുക്കറിയാമല്ലേ? എല്ലാം വളരെ നല്ല രീതിക്ക്, അതേപോലെ തന്നെ യുദ്ധങ്ങൾ, അതുപോലെ തന്നെ ചില തർക്കങ്ങളെല്ലാം വളരെ നല്ല ഭംഗിയായ രീതിക്ക് തന്നെ തീർത്തു കൊടുക്കുന്ന ഒരു രാജ്ഞിയായിരുന്നു ആര്? ക്വീൻ എലിസബത്ത്. സോ അത്തരത്തിലുള്ള അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തെ കണ്ടുകൊണ്ട് വന്ന ജനങ്ങൾക്ക് ആ പാർലമെന്റിന് എന്ത് അംഗീകരിക്കാൻ സാധിച്ചില്ല? ജെയിംസ് ഒന്നാമന്റെ ഈ ഒരു തിയറി അല്ലെങ്കിൽ ഈ ഒരു തീം അവർക്ക് പൂർണ്ണമായിട്ടും അംഗീകരിക്കാൻ സാധിച്ചില്ല. അഥവാ അവർക്ക് അതിനോട് ഒത്തുപോകാൻ സാധിച്ചില്ല. ആർക്ക്? പാർലമെന്റിന്. മനസ്സിലായല്ലോ? അതേപോലെ തന്നെ ഇത് മാത്രമല്ല, അതായത് ഇപ്പോ രാജാവിന്റെയും പാർലമെന്റിന്റെയും ഇടയ്ക്കുള്ള തർക്കങ്ങൾക്ക് ഇത് മാത്രമല്ല, അവർ തമ്മിലുള്ള തർക്കങ്ങൾക്ക് ഇത് മാത്രമല്ല കാരണം. ഇതൊന്നും കൂടാതെ രാജാവിന്റെ ചില റിലീജിയസ് മതപരമായ ചില പ്രത്യേക നയങ്ങളും, അതേപോലെ തന്നെ ഫിനാൻസിൽ രാജാവ് ഉൾക്കൊള്ളിച്ചിട്ടുള്ള ചില പ്രത്യേക നിയമങ്ങളും മാത്രമല്ല ചില ഫോറിൻ പോളിസികളിൽ ഇദ്ദേഹം വരുത്തിച്ച മാറ്റങ്ങളും ഒന്നും തന്നെ ആർക്ക് യോജിച്ചു പോകാൻ സാധിച്ചിരുന്നില്ല? പാർലമെന്റിന് യോജിച്ചു പോകാൻ സാധിച്ചില്ല. സോ ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ ഈ രാജാവും ജെയിംസ് ഒന്നാമൻ എന്ന് പറഞ്ഞ രാജാവും പാർലമെന്റും തമ്മിലുള്ള തർക്കങ്ങൾക്ക് ഇടയായ കാരണങ്ങൾ എന്തൊക്കെയാണ്? ഇതൊക്കെയാണ്. മനസ്സിലായല്ലോ? മാത്രമല്ല യഥാർത്ഥത്തിൽ ജെയിംസ് ഒന്നാമൻ സ്വന്തമായിട്ട് തന്നെ എന്ത് പ്രഖ്യാപിക്കുകയാണ്? ദ കിങ് ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ എന്ന് സ്വന്തമായിട്ട് തന്നെ എന്ത് ചെയ്യുകയാണ്? പ്രഖ്യാപിക്കുകയാണ്. മാത്രമല്ല ഏകദേശം നമ്മൾ 16-17 നൂറ്റാണ്ടുകളിൽ ഒരു മാറ്റം, അതായത് റിലീജിയസ് റിഫോമേഴ്സ് ആയ പ്യൂരിറ്റൻസിനോട് എന്തായിരുന്നു? ജെയിംസ് ഒന്നാമന് പൂർണ്ണമായ എതിർപ്പായിരുന്നു. മനസ്സിലായല്ലോ? അതായത് പ്യൂരിറ്റൻസ് എന്ന് പറയുന്നത് ആരാ? പാർലമെന്റിന്റെ കൺട്രോളിലുള്ള ആൾക്കാരാണ്. ആര് യഥാർത്ഥത്തിൽ? പ്യൂരിറ്റൻസ്. അവരൊക്കെ ഈ പ്യൂരിറ്റൻസ് എന്താണ്? 16-17 കാലഘട്ടത്തിൽ റിലീജിയസ് റിഫോം കൊണ്ടുവന്ന ആൾക്കാരാണ് അല്ലെ? ഇതൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചതാണ്. സോ ആ ആൾക്കാരാണ് ആര്? പ്യൂരിറ്റൻസ്. അപ്പൊ ഈ പ്യൂരിറ്റൻസിനൊക്കെ ഒന്നും ആരൊത്തുപോയിരുന്നില്ല? ഈ രാജാവ് ഒത്തുപോയിരുന്നില്ല. മാത്രമല്ല ഇദ്ദേഹം ജെയിംസ് ഒന്നാമൻ ഒരു കാത്തലിക് ലേഡിന്റെ മകനാണ് എന്നുള്ള ആ ഒരു സത്യാവസ്ഥയും, അതേപോലെ തന്നെ ഇദ്ദേഹം ആരാണ്? ഈ കാത്തോലിക് റിഫോംസ് ആ തരത്തിലുള്ള കുറച്ച് പ്രാക്ടീസുകളൊക്കെ നടത്തുന്നു. ഇത്തരത്തിലുള്ള കുറച്ച് കാരണങ്ങൾ കൂടി ഈ പാർലമെന്റും രാജാവും തമ്മിലുള്ള തർക്കങ്ങൾക്ക് ഇടയായിട്ടുണ്ട്. മനസ്സിലായല്ലോ? സോ ഇതിന്റെ ഇടയിലൊക്കെ അതായത് ഇദ്ദേഹം എന്ത് ചെയ്യാണ്? ഇത്രയും കാര്യങ്ങൾ നടക്കുന്നതോടുകൂടി പാർലമെന്റിനെ ആര് പിരിച്ചുവിടുകയാണ്? അതായത് ഒത്തുകൂട്ടിയതിനു ശേഷം ഈ ആര് പിരിച്ചുവിടുകയാണ്? ഈ പാർലമെന്റിനെ രാജാവ് അതായത് 1621 കാലഘട്ടമാകുമ്പോഴേക്കും എന്ത് ചെയ്തു? ഈ പാർലമെന്റിനെ ഇദ്ദേഹം പിരിച്ചുവിട്ടു. ഇതിന്റെ ഇടയിൽ മറ്റൊരു സംഭവം അല്ലെങ്കിൽ മറ്റൊരു സന്ദർഭം ഇവിടെ വന്നിരിക്കുകയാണ്. അതായത് എന്താണ്?
ജെയിംസ് ഒന്നാമന്റെ മകനായ ചാൾസ് ഒന്നാമൻ വിവാഹിതനാവാൻ പോവുകയാണ്. ആരുമായിട്ടാണ് വിവാഹിതനാവാൻ പോകുന്നത്? സ്പെയിനിലെ ഒരു കാത്തലിക് പ്രിൻസസുമായിട്ടാണ് ആര് വിവാഹം ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നത്? ചാൾസ് ഒന്നാമൻ. ഓക്കെ, അതായത് ജെയിംസ് ഒന്നാമന്റെ മകനായ ചാൾസ് ഒന്നാമൻ സ്പെയിനിലെ ഒരു കാത്തലിക് പ്രിൻസസുമായിട്ട് വിവാഹം ചെയ്യാൻ പോകുന്നു. ഈ ഒരു വാർത്ത വളരെ നല്ല രീതിക്ക് തന്നെ ഈ പാർലമെന്റിലെ അംഗങ്ങൾക്ക് എന്തായില്ല, ഇഷ്ടമായില്ല. കാരണം അവർ ഒരുപാട് ഡിസ്റ്റർബ്ഡ് ആയി. കാരണം ഇദ്ദേഹത്തിന്റെ ഭരണം തന്നെ എന്താണ്, ഇവർക്കെതിരെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഭരണമാണ്. ഇനി ചാൾസ് ഒന്നാമൻ ഒരു കാത്തലിക് ലേഡിയെ കൂടി കല്യാണം കഴിച്ച് അവര് ഞങ്ങളുടെ രാജ്യം ഭരിക്കുമ്പോൾ അത് ഒരു രീതിക്കും എന്തായി മാറില്ല, ഒത്തുപോവില്ല. അഥവാ പ്യൂരിറ്റൻസിന് ഒരിക്കലും എന്തായി മാറില്ല, തന്റെ രാജ്യം ഒത്തുപോകില്ല എന്ന് ആര് തിരിച്ചറിയുകയാണ്? പാർലമെന്റ് തിരിച്ചറിയുകയാണ്. മനസ്സിലായല്ലോ? സോ നമുക്കിനി അടുത്ത നോക്കാം, ഇതിനു ശേഷം എന്തുണ്ടായി എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് തന്നെ ചാൾസ് ഒന്നാമൻ ആരാണെന്ന് നമുക്ക് നോക്കാം. ഇദ്ദേഹം 1600 AD കാലഘട്ടത്തിൽ സ്കോട്ട്ലാൻഡിൽ ജനിച്ച ഒരു വ്യക്തിയാണ്. ആര്? ചാൾസ് ഒന്നാമൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ചാൾസ് ഒന്നാമൻ ചെറുപ്പം മുതലേ എങ്ങനെയാണ്? കുറച്ച് സൈലന്റ് ആണ്, അതേപോലെ തന്നെ ഒരു സിക്ക് ആണ്, മാത്രമല്ല റിസർവ്ഡ് ആണ്. അത്തരത്തിലുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് ആരുടേത്? ചാൾസ് ഒന്നാമൻ്റെത്. മനസ്സിലായല്ലോ? പക്ഷെ ഇദ്ദേഹത്തിന് ഹൈ ടെമ്പർ ഉണ്ട്. ഓക്കെ, ഭയങ്കര ദേഷ്യവും അത്തരത്തിലുള്ള ഒരു ക്യാരക്ടർ ആയിരുന്നു ആരുടേത്? ചാൾസ് ഒന്നാമൻ്റെത്. മനസ്സിലായല്ലോ? അവസാനം ജെയിംസ് ഒന്നാമന്റെ മരണത്തോടു കൂടി ആര് ഭരണത്തിലേക്ക് കടന്നു വരികയാണ്? ചാൾസ് ഒന്നാമൻ ഇംഗ്ലണ്ടിന്റെ ഭരണാധികാരിയായിട്ട് എന്ത് ചെയ്യുകയാണ്? വരികയാണ്. ചാൾസ് ഒന്നാമന്റെ ഭാര്യ ആരാണ്? സ്പെയിനിലെ ഒരു കാത്തലിക് പ്രിൻസസ് ആണ് ഇദ്ദേഹത്തിന്റെ വൈഫ്. ഓക്കെ, സോ അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇംഗ്ലണ്ടിലെ പാർലമെന്റിൽ ഒരിക്കലും ഒത്തുപോകാത്ത ഒരു കാര്യമായിരുന്നു. നമുക്ക് നോക്കാം. ചാൾസ് ഒന്നാമൻ ഭരണത്തിൽ വരിക എന്ന് പറയുന്നത് ചാൾസ് ഒന്നാമനും അതേപോലെ തന്നെ പാർലമെന്റിനും വലിയ സന്തോഷമുള്ള ഒരു കാര്യമൊന്നും ആയിരുന്നില്ല. മനസ്സിലായല്ലോ? ഇദ്ദേഹം എന്താ ചെയ്തത്? അതായത് ഈ പാർലമെന്റിന്റെ അണ്ടറിലുള്ള പ്യൂരിറ്റൻസിനെ എതിർത്തു നിൽക്കുന്ന ഒരു തരത്തിൽ ഇദ്ദേഹം ഒരു സെക്ഷൻ, അതായത് ഹൈ ചർച്ച് പാർട്ടി എന്ന് പറഞ്ഞ ഒരു സെക്ഷനെ ആര് മുന്നോട്ട് വെക്കുകയാണ്? ഈ ചാൾസ് ഒന്നാമൻ മുന്നോട്ട് വെക്കുകയാണ്. ഈ സെക്ഷൻ പൂർണ്ണമായിട്ടും പാർലമെന്റിന്റെ അണ്ടറിലുള്ള പ്യൂരിറ്റൻസിനെ എതിർക്കുന്ന തരത്തിലായിരുന്നു. ഓക്കെ, ഇതോടുകൂടി എന്തായി? ഈ പാർലമെന്റിന് പൂർണ്ണമായിട്ടും ചാൾസ് ഒന്നാമന്റെ ഭരണത്തോടു കൂടി മടുത്തു എന്ന് പറയാനില്ല. കാരണം അവർ ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടു. മനസ്സിലായല്ലോ? പിന്നെ നമുക്ക് നോക്കാം, ഇതിന്റെ ഇടയ്ക്ക് ഇദ്ദേഹം സ്പെയിനുമായിട്ട് നടത്തിയ ഒരു ബാറ്റിൽ, അല്ലെങ്കിൽ സ്പെയിനുമായിട്ട് നടത്തിയ ഒരു ബാറ്റിൽ ആര് തോറ്റുപോവുകയാണ്? ഇവിടെ ചാൾസ് ഒന്നാമൻ തോറ്റുപോവുകയാണ്. മനസ്സിലായല്ലോ? സോ ഇതോടുകൂടി പാർലമെന്റിന്റെ അംഗങ്ങൾ എന്ത് തീരുമാനിച്ചു? രാജാവിന്റെ മുൻപിലോട്ട് ഒരു പെറ്റീഷൻ വെക്കാൻ തീരുമാനിച്ചു. ആ പെറ്റീഷനെ വിളിക്കുന്ന പേരാണ് എന്ത്? പെറ്റീഷൻ ഓഫ് റൈറ്റ്സ്. മനസ്സിലായില്ല? അതായത് രാജാവിന്റെ തോന്നിവാസം അല്ലെങ്കിൽ രാജാവിന്റെ തന്നിഷ്ടപ്രകാരമുള്ള ചില പ്രത്യേക ആക്ഷൻസും ചില നടപടികളും അതിനെയൊക്കെ തടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ഈ പാർലമെന്റിലെ ജനങ്ങൾ ഒരു ആക്ട് പാസ് ചെയ്തെടുക്കുകയാണ്. അതാണ് എന്ത്? പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് എന്ന് പറയുന്നത്. ഈ പെറ്റീഷൻ ഓഫ് റൈറ്റ്സിൽ പ്രധാനമായിട്ടും 4 കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. അതായത് പാർലമെന്റിന്റെ സമ്മതമില്ലാതെ അല്ലെങ്കിൽ പാർലമെന്റ് വിളിച്ചു കൂട്ടാതെ എന്ത് ചെയ്യരുത്? ടാക്സിനെ കുറിച്ചുള്ള തീരുമാനങ്ങളൊന്നും എടുക്കരുത്. പിന്നെ നോക്കാം, അതായത് യഥാർത്ഥ കാരണമില്ലാതെ അഥവാ ഒരു നിശ്ചിത കാരണമില്ലാതെ ആരെയും തന്നെ എന്ത് ചെയ്യരുത്? തടവിലാക്കരുത്. അതേപോലെ തന്നെ നമുക്ക് നോക്കാം, പട്ടാളക്കാരെ അടിമപ്പെടുത്തുന്ന രീതിക്കുള്ള പ്രവർത്തനങ്ങൾ എന്ത് ചെയ്യുക? ഒഴിവാക്കുക. മാത്രമല്ല പീസ് ടെമറസ്, രാജ്യം സമാധാനമായി നിലകൊള്ളുന്ന സമയങ്ങളിൽ കർശന നിയമങ്ങൾ എന്താക്കുക? ഒഴിവാക്കുക. ഇത്തരത്തിലുള്ള കുറച്ച് റൈറ്റ്സ് ഒക്കെയാണ് ഈ പെറ്റീഷൻ ഓഫ് റൈറ്റ്സില് പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് ഇതൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? ഡിമാൻഡ് ചെയ്യുന്നത്. പക്ഷെ നമുക്ക് നോക്കാം, ഇതിനു ശേഷം എന്താവുകയാണ്? പിന്നീട് അങ്ങോട്ടുള്ള ഈ പെറ്റീഷൻ വന്നതിന് ശേഷം പിന്നീട് അങ്ങോട്ടുള്ള 11 വർഷം 11 വർഷം ചാൾസ് ഒന്നാമൻ പാർലമെന്റിന്റെ
സഹായമില്ലാതെ തന്നെ എന്ത് ചെയ്യുകയാണ്, ഇംഗ്ലണ്ടിനെ ഒറ്റയ്ക്ക് ഇദ്ദേഹം എന്ത് ചെയ്തു, ഭരിച്ചു. മനസ്സിലായല്ലോ? ഇദ്ദേഹം ഒറ്റയ്ക്ക് ഭരിച്ചിരുന്ന സമയത്ത് ഇദ്ദേഹം എന്താണ് ചെയ്തത്, അതായത് ഷിപ്പ് മണി, അതായത് തുറമുഖങ്ങൾ വഴി ഇദ്ദേഹം എന്ത് ചെയ്തു, പൈസ ശേഖരിച്ചു. മനസ്സിലായല്ലോ? സോ അത്തരത്തിലാണ് ഇദ്ദേഹം എന്ത് ചെയ്തത്, ആ കഴിഞ്ഞ വർഷങ്ങൾ പാർലമെന്റിന്റെ സഹായം കൂടാത്ത വർഷങ്ങളിൽ ഇദ്ദേഹം എന്ത് ചെയ്തത്, മണി ഏൺ ചെയ്തത്, പൈസ അത്തരത്തിലാണ് ഏൺ ചെയ്തത്. നമുക്ക് നോക്കാം. ഇനി മറ്റൊരു സിറ്റുവേഷൻ നമ്മൾ നോക്കാൻ പോവുകയാണ്. ഇദ്ദേഹം സ്കോട്ട്ലാൻഡുമായിട്ട് യുദ്ധത്തിൽ ഏർപ്പെടാൻ പോവുകയാണ്. ആര്? നമ്മുടെ ചാൾസ് ഒന്നാമൻ. അതിനെ തുടർന്നുകൊണ്ട് എന്ത് ചെയ്യണം, ഫണ്ട് റേസ് ചെയ്യണം. ഓക്കെ, പൈസ വേണമല്ലോ യുദ്ധത്തിന്. സോ അതിനെ തുടർന്ന് ഇദ്ദേഹം എന്താണ്, ഒരു പാർലമെന്റിനെ വിളിച്ചു കൂട്ടാൻ ഇദ്ദേഹം എന്താവുകയാണ്, 1640 കാലഘട്ടത്തിൽ ഇദ്ദേഹം നിർബന്ധിതനാവുകയാണ്. കാരണം ഫണ്ട് റേസ് ചെയ്യണമല്ലോ. സോ അത്തരത്തിൽ ഇദ്ദേഹം വിളിച്ചു കൂട്ടിയ പാർലമെന്റിനെയാണ് നമ്മൾ എങ്ങനെ വിളിക്കുന്നത്, ഷോർട്ട് പാർലമെന്റ് എന്ന് വിളിക്കുന്നത്. എന്താണ്? ഷോർട്ട് പാർലമെന്റ്. മനസ്സിലായല്ലോ? ഫണ്ട് റേസ് ചെയ്യുന്നതിനെ കുറിച്ചാണ്. ഓക്കെ, സോ അതിനെ തുടർന്നുകൊണ്ട് തന്നെ പാർലമെന്റ് എന്ത് പ്രഖ്യാപിച്ചു, അതായത് ഫണ്ട് റേസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം, അൺപോപ്പുലർ ആയിട്ടുള്ള ടാക്സ്, അതായത് ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ചിരിക്കുന്ന ചില വേണ്ടാത്ത അല്ലെങ്കിൽ അനാവശ്യമായ ചില ടാക്സുകളൊക്കെ എന്ത് ചെയ്യണം, അവരുടെ മേൽ നിന്ന് പിരിക്കണം. ഇത്തരത്തിലുള്ള ഒരു കാര്യമാണ് ആരറിയിച്ചത്, പാർലമെന്റ് അറിയിച്ചത്. അങ്ങനെ ആ പാർലമെന്റ് ഇദ്ദേഹം എന്ത് ചെയ്യുകയാണ്, പിരിച്ചുവിടുകയാണ്. മനസ്സിലായല്ലോ? പക്ഷെ പിന്നീടും എന്ത് സംഭവിച്ചു, 1640 കാലഘട്ടത്തിൽ നവംബർ ആവുമ്പോഴേക്കും രാജാവിന് ഒരുപാട് പ്രഷറോട് കൂടി ഇദ്ദേഹം രണ്ടാമത്തെ പാർലമെന്റ് കൂടി ഇദ്ദേഹം എന്തോ വിളിച്ചു കൂട്ടി. മനസ്സിലായല്ലോ? സോ ആ പാർലമെന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലോങ് പാർലമെന്റ് എന്ന് വിളിക്കുന്നത്. മനസ്സിലായല്ലോ? സോ ഇതാണ് ഈ രണ്ട് പാർലമെന്റുകൾ, ഷോർട്ട് പാർലമെന്റ് ആൻഡ് ലോങ് പാർലമെന്റ്. മനസ്സിലായല്ലോ? സോ നമുക്കിനി നോക്കാം, ഇത് യഥാർത്ഥത്തിൽ ഈ രാജാവിന്റെ ഓരോ പ്രവൃത്തികൾ, ചാൾസ് ഒന്നാമന്റെ പ്രവൃത്തികളൊക്കെ എവിടേക്കാണ് നേരെ പോയത്, ഒരു സിവിൽ വാറിലേക്കാണ് പിന്നീട് അതെല്ലാം അവസാനിച്ചത്. അതായത് രാജാവിന്റെയും പാർലമെന്റിന്റെയും ഇടയിലുള്ള ക്ഷമ ഒരുപാട് അങ്ങോട്ട് എന്ത് ചെയ്തു, നശിച്ചു കഴിഞ്ഞു. അങ്ങനെ ഇവർ രണ്ടുപേരും എന്തിനു നിൽക്കുകയാണ്, രണ്ടു കൂട്ടരും ഒരു സിവിൽ വാറിനായിട്ട്, ഒരു യുദ്ധത്തിനായിട്ട് ഒരുങ്ങുകയാണ്. ആര്? രാജാവും അതേപോലെ തന്നെ പാർലമെന്റും. മനസ്സിലായല്ലോ? ഇവിടെ യഥാർത്ഥത്തിൽ ഒരുപാട് ജനങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ ഇവരുടെ ഈ ഒരു വിഷയത്തിൽ ഇടപെട്ടിട്ട് യുദ്ധം വേണ്ട, സമാധാനപരമായി നമുക്ക് കാര്യങ്ങൾ നീക്കാമെന്ന് പറഞ്ഞെങ്കിൽ പോലും അതൊന്നും തന്നെ ഇവിടെ ആരും അത് ചെവി കൊണ്ടില്ല. മനസ്സിലായല്ലോ? അങ്ങനെ ഇവിടെ യഥാർത്ഥത്തിൽ സിവിൽ വാർ ആരംഭിക്കുകയാണ്. ഈ സിവിൽ വാർ യഥാർത്ഥത്തിൽ രണ്ട് ഫേസുകളായിട്ടാണ് നമുക്ക് കണക്കൂട്ടാൻ സാധിക്കുന്നത്. അത് ആദ്യത്തെ സിവിൽ വാർ നടന്നത് 1642 മുതൽ 1646 കാലഘട്ടത്തിന്റെ ഇടയിലാണ് ആദ്യത്തെ സിവിൽ വാർ നടക്കുന്നത്. രണ്ടാമത്തെയും മൂന്നാമത്തെയും സിവിൽ വാർ നടക്കുന്നത് 1648ലും 1651ന്റെയും ഈ രണ്ട് കാലഘട്ടങ്ങളുടെ ഇടയിലായിട്ടാണ് രണ്ടാമത്തെയും മൂന്നാമത്തെയും സിവിൽ വാർ നടന്നത്. ഇങ്ങനെ നമുക്ക് രണ്ട് ഫേസിലാണ് സിവിൽ വാർ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമുക്ക് നോക്കാം. ഇവിടെ രാജാവ് എന്ത് ചെയ്യുകയാണ്, തന്റെ പട്ടാളക്കാരെ, ചാൾസ് ഒന്നാമൻ തന്റെ പട്ടാളക്കാരെ ഒരുക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? യുദ്ധത്തിന് വേണ്ടിയിട്ട്. മനസ്സിലായല്ലോ? പക്ഷെ പാർലമെന്റ് എന്ത് ചെയ്തു, പാർലമെന്റ് സ്കോട്ടിഷ് ജനങ്ങളെ അല്ലെങ്കിൽ സ്കോട്ടിഷ് സോൾജേഴ്സിനെ കൂട്ടുപിടിച്ചിട്ട് പാർലമെന്റും എന്തു ചെയ്തു, അവരും ഒരു പട ഒരുക്കി. മനസ്സിലായല്ലോ? സോ ആ ഒരു പട അഥവാ പ്യൂരിറ്റൻസിന്റെ അല്ലെങ്കിൽ പാർലമെന്റിന്റെ ആ ഒരു പട നയിച്ചത് സർ തോമസ് ഫെയർഫാക്സും അതേപോലെ തന്നെ ഒലിവർ ക്രോംവെല്ലും ആണ് നയിച്ചത്. ഈ രണ്ട് പേരുകൾ നിങ്ങൾ ശ്രദ്ധിച്ചു വെക്കുക. നമുക്ക് ഇനി അതിനെ കുറിച്ച് വേറെ പഠിക്കാനുണ്ട്. ഓക്കെ, നോക്കാം. സർ തോമസ് ഫെയർഫാക്സും അതേപോലെ തന്നെ ഒലിവർ ക്രോംവെല്ലും കൂടിയാണ് ഈ പാർലമെന്റിന്റെ അണ്ടറിലുള്ള ഈ ഒരു ആർമിയെ സപ്പോർട്ട് ചെയ്തതും അവരെ ട്രെയിൻ ചെയ്തതും എല്ലാതും. മനസ്സിലായല്ലോ? സോ ഇവിടെ രണ്ടുപേരും യുദ്ധത്തിന് ഒരുങ്ങി നിൽക്കുകയാണ്. രാജാവ് തന്റെ സോൾജേഴ്സിനൊക്കെ നല്ല ട്രെയിൻ ചെയ്ത് യുദ്ധത്തിന് ഒരുക്കി. പാർലമെന്റ് ആരെ കൂട്ടുപിടിച്ചു? സ്കോട്ടിഷ് ആൾക്കാരുടെ അവരുമായി കൈകോർത്ത് അവരെന്ത് ചെയ്യാൻ തുടങ്ങി? അവരെ ലീഡേഴ്സ് ആയ സർ തോമസ് ഫെയർഫാക്സും ഒലിവർ ക്രോംവെല്ലും. അങ്ങനെ ഇത്തരത്തിൽ ഇവരെന്ത് ചെയ്യുകയാണ്? അതായത് അങ്ങനെ ഇത്തരത്തിൽ ഇവര് യുദ്ധം, സിവിൽ വാർ ഇവിടെ ആരംഭിക്കുകയാണ്.
പക്ഷേ തീർച്ചയായിട്ടും ആരാണ് ഇവിടെ തോറ്റു കൊടുക്കേണ്ടി വന്നത്? ചാൾസ് ഒന്നാമൻ തോറ്റു മടങ്ങേണ്ടി വന്നു. മനസ്സിലായല്ലോ? അതായത് ഒലിവർ ക്രോംവെൽ എന്ന് പറഞ്ഞ ആ ലീഡർ അത്രയും ശക്തനായിട്ട് തന്നെയാണ് ഇദ്ദേഹത്തെ നേരിട്ടത്. അങ്ങനെ ചാൾസ് ഒന്നാമൻ തോറ്റു പോവുകയാണ്. അതിനെ തുടർന്ന് ചാൾസ് ഒന്നാമൻ എന്ത് ചെയ്യുകയാണ്? ഒളിച്ചു മാറുകയാണ്. തോറ്റുപോയല്ലോ, ഒളിച്ചു പോയെങ്കിലും പിന്നീട് ഈ ചാൾസ് ഒന്നാമനെ കണ്ടുപിടിക്കുകയും രാജ്യദ്രോഹ കുറ്റത്തിന് ഇദ്ദേഹത്തെ എന്ത് ചെയ്തു? ജനുവരി 30 1649 കാലവർഷത്തിൽ ഇദ്ദേഹത്തെ കൊന്നുകളയുകയുമാണ്. ചാൾസ് ഒന്നാമനെ കൊന്നുകളയുകയുമാണ് ചെയ്തത്. മനസ്സിലായല്ലോ? ഇങ്ങനെയാണ്. എന്നാൽ ഇതോടെ കഴിഞ്ഞു എന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇല്ല. ചാൾസ് ഒന്നാമന്റെ മകനായ ചാൾസ് രണ്ടാമനെ ആര് കൂട്ടുപിടിക്കുകയാണ്? സ്കോട്ട്ലാൻഡ് കൂട്ടുപിടിക്കുകയാണ്. ചാൾസ് രണ്ടാമനെ സ്കോട്ട്ലാൻഡ് കൂട്ടുപിടിച്ചിട്ട് ആർക്കെതിരെ വീണ്ടും യുദ്ധം ചെയ്യുകയാണ്? ഒലിവർ ക്രോംവെലിന്റെ പടയോട് വീണ്ടും യുദ്ധം ചെയ്യുകയാണ്. പക്ഷെ തീർച്ചയായിട്ടും ഒലിവർ ക്രോംവെൽ വളരെ ധീരനായ ഒരു പോരാളി തന്നെയായിരുന്നു. ഇദ്ദേഹത്തിന്റെ പട ആരെ തോൽപ്പിച്ചു? ചാൾസ് രണ്ടാമന്റെ പടയെ തോൽപ്പിച്ചു. അങ്ങനെ സ്കോട്ട്ലാൻഡ് പോവുകയും മാത്രമല്ല ചാൾസ് രണ്ടാമൻ തിരിച്ച് എങ്ങോട്ട് മാറി? ഫ്ലഡ് ചെയ്തു. എങ്ങോട്ട് പോയി? ഫ്രാൻസിലോട്ട് ചാൾസ് രണ്ടാമൻ തോറ്റു പിൻവാങ്ങി പോവുകയും ചെയ്തു. മനസ്സിലായല്ലോ? അങ്ങനെ ഈ 3 കിങ്ഡംസ് ആയ ഇംഗ്ലണ്ട്, സ്കോട്ട്ലാൻഡ് ആൻഡ് അയർലാൻഡ് ഈ 3ഉം ആരുടെ കീഴിലായി അല്ലെങ്കിൽ ആരുടെ ലീഡർഷിപ്പിന്റെ പുറത്തായി? ഒലിവർ ക്രോംവെലിന്റെ ആയി. പക്ഷെ തീർച്ചയായിട്ടും ഒലിവർ ക്രോംവെൽ ഒലിവർ ക്രോംവെൽ രാജാവായിട്ടൊന്നും എന്ത് ചെയ്തില്ല? നിയമം അത്തരത്തിലുള്ള ഒരു പോസ്റ്റ് ഒന്നും ഇദ്ദേഹം ആഗ്രഹിച്ചിരുന്നില്ല. പക്ഷേ ഇദ്ദേഹത്തിന്റെ ദി പ്രൊട്ടക്ടർ എന്നാണ് ഇദ്ദേഹത്തെ നമ്മൾ വിളിക്കുക. ഒലിവർ ക്രോംവെൽ ദി പ്രൊട്ടക്ടർ. ഓക്കെ, അങ്ങനെ ഇദ്ദേഹത്തിന്റെ കീഴിൽ ഈ 3 ഭാഗങ്ങളും കൂടി എന്ത് ചെയ്തു? അങ്ങനെ പോയി. മനസ്സിലായല്ലോ? സോ ഇങ്ങനെയാണ് യഥാർത്ഥത്തിൽ സിവിൽ വാർ ഉണ്ടാകുന്നത്. മനസ്സിലായല്ലോ? ഇത്രയേ ഉള്ളൂ. ചെറിയൊരു ലെസൺ ആണ്, പക്ഷെ കൂടുതൽ നമുക്ക് പഠിക്കാനും ഫോക്കസ് ചെയ്യാനും ഉണ്ട്. ഓക്കെ, സോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഇന്നത്തെ ഞാൻ എടുത്ത ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇനി SLM ഒന്ന് ജസ്റ്റ് എടുത്ത് വായിച്ചു നോക്കുക, നന്നായി ഒന്ന് വായിച്ചു നോക്കുക, എല്ലാം മനസ്സിലാകും. ഓക്കെ, സിമ്പിൾ ആണ്. അറിയാത്ത ഭാഗങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ എടുത്ത് നന്നായി ഒന്ന് സൂക്ഷിച്ച് ശ്രദ്ധിച്ച് കേട്ട് ഈ ക്ലാസ് കാണേണ്ടതാണ്. ഓക്കെ, സോ നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം, അടുത്തൊരു ക്ലാസ്സിൽ കാണാം. അതുവരെ ബൈ ആൻഡ് താങ്ക് യു.